തൃശ്ശൂർ പൂരം ഇത്തവണ മരണപ്പെട്ടവരുടെ സ്മരണ മനസ്സിന് തേങ്ങലാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ആദരാഞ്ജലികളും പ്രണാമം പറഞ്ഞുകൊണ്ട് പൂരം ചടങ്ങായിട്ട് നടത്താൻ നമ്മുടെ കടപ്പാടാണ്. കടമകൾ നിർവഹിക്കാനുള്ള, കടപ്പാടുകൾ നടത്താനുള്ള ഒരു തത്രപ്പാടിൽ മാത്രം എല്ലാവരും തൃശ്ശൂർ കൂടിയിരിക്കുകയാണ്. ആരുടെ മനസ്സും സന്തോഷിക്കുന്നില്ല. നമ്മുടെ മനസ്സ് സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന നിമിഷമാണ് തൃശ്ശൂർ പൂരം. അതേസമയം ഇത്തവണ തൃശ്ശൂർ പൂരത്തിൽ നമുക്ക് കിട്ടിയ ആഘാതം നമ്മളെ കോവിഡ് തളർത്തി. അതേപോലെ ഇത്തവണ ഉണ്ടായ ദുരന്തം ഇനി ഉണ്ടാവരുതെന്നുള്ള പ്രാർത്ഥന, മരിച്ചവർക്കുള്ള ആദരാഞ്ജലി, ആശുപത്രിയിൽ കിടക്കുന്നവർക്കുള്ള ശുശ്രൂഷ, അവരുടെ അസുഖം മാറി ഉള്ള പ്രാർത്ഥന, കാണാത്തവരെ കണ്ടുകിട്ടാനുള്ള പ്രാർത്ഥന, അതായിട്ടാണ് പൂരം ഇത്തവണ നടത്തുന്നത്. പൂരം വലുതാണ്, അതിൻ്റെ ആചാരങ്ങളും നിരവധിയാണ്. അതുകൊണ്ട് ആചാരം അനുഷ്ഠാനമായി നടത്തുമ്പോൾ തന്നെ അത് വലുതായി മാറും. ഈ ആചാരങ്ങൾ കലകളുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ മുഴങ്ങുന്ന പാണ്ടിമേളമാണെങ്കിലും നേരത്തെ പഞ്ചാരി മുഴങ്ങിയപ്പോൾ അതൊക്കെ നമ്മുടെ ആചാരബന്ധിതമായ കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് മുടക്കാനും പറ്റില്ലല്ലോ. അതെ, ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കലാവതരണങ്ങൾ മാത്രമേ നടക്കുള്ളൂ. എല്ലാം പരിമിതമാണ്. വളരെ ചുരുങ്ങിയ തോതിലാണ് പൂരം നടത്തുന്നത്. പക്ഷേ എങ്ങനെ ചുരുങ്ങിയാലും പൂരത്തിൻ്റെ വലിപ്പമുണ്ട്. പിന്നെ പൂരം ഒരിക്കലും തളരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കടമ നിർവഹിക്കുന്നു. എത്രയോ വർഷങ്ങളായി ആഗ്രഹിച്ചിട്ട് ഇത്തവണ വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നമുക്ക് പിണക്കാനും മടക്കി അയക്കാനും പറ്റില്ലല്ലോ. പൂരം ഇത്തവണ നമുക്ക് സുഖദുഃഖ സമ്മിശ്രമം ആയിട്ടുള്ള പൂരങ്ങൾ ആണ് പലതും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത്തവണ നമുക്ക് ദുഃഖം തരുന്ന പൂരമാണ്. നമ്മൾ കുറേ സുഖിച്ചവരാണ്. സുഖദുഃഖങ്ങൾ പൊറുക്കാൻ, സഹിക്കാൻ നമുക്ക് പ്രാപ്തമാക്കുന്നു. അത് ഈശ്വരനും അതുപോലെ ഓരോ അവസരങ്ങളിൽ നമ്മൾക്ക് ശക്തി തരും. ആ ശക്തി കിട്ടാനുള്ള പ്രയാണത്തിൽ പ്രാർത്ഥനയാണ് നമ്മൾ ഇത്തവണ പൂരത്തിന്. ഈ മേളം കാണാൻ വരുന്നവരാണല്ലോ കൂടുതലായിട്ട്. ആനച്ചന്തം കാണാൻ വരുന്നവരുണ്ട്, അതോടൊപ്പം കുടമാറ്റമുണ്ട്. മേളം കാണാൻ വരുന്നവരാകും. നമ്മളവിടെ മഠത്തിൽ വരവാണെങ്കിലും ഇഴഞ്ഞിത്തറ മേളമാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഇത്തവണ നിരാശരാവേണ്ടി വരില്ല. എല്ലാവരുടെയും മനസ്സൊന്നാണ്. കലാകാരൻ്റെ അതേ, ആസ്വാദകൻ്റെ അത്. കലാകാരൻ്റെ മനസ്സും ദുഃഖത്തിലാണ്, ആസ്വാദകൻ്റെ മനസ്സും ദുഃഖത്തിലാണ്. അതുകൊണ്ട് അവർക്കിത് മനസ്സിലാവും. ഇത്തവണത്തെ പൂരം പരിമിതമാണ്. അത് പരിധിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കടമ നിർവഹിക്കുകയാണ് എന്ന് ആസ്വാദകൻ മനസ്സിലാവും. ആസ്വാദകൻ അത് പൊരുത്തപ്പെടണം എന്നാണ് പറയുക. നമുക്ക് പരിധി വിട്ട് ആർഭാടം കാണിക്കാൻ, ആഘോഷിക്കാൻ അവസരം അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം.